നമസ്കാരം. പരമശിവനുമായി ബന്ധപ്പെട്ട ചില പ്രധാന സന്ദേശങ്ങളെക്കുറിച്ച് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ തന്നെയാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സന്ദേശം അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരാവുന്ന ഒരു സന്ദേശമായി മാറും. ഈ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പലവിധ പിരിമുറുക്കങ്ങൾ, വിഷമകരമായ സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പല രീതിയിലും ഇതെല്ലാം മറന്ന് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നത് വാസ്തവം തന്നെയാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിഷമകരമായ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ടതായ ഒരു ഘട്ടത്തിൽ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി തന്നെ ഇതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും ഒരു ശൂന്യത പടർന്നിരിക്കുന്നുണ്ട്. എന്താണ് ശരി, ഏതാണ് ശരിയായ ദിശ എന്ന് പോലും മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയ പലതും അത് സത്യമായിരുന്നില്ല എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം ഭഗവാനിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഗുണകരമായി ഭവിക്കും. ഈ സമയം നിങ്ങളോട് ഭഗവാൻ തന്നെ പകർന്നു നൽകുന്ന സന്ദേശങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും പല വിഷമകരമായ സാഹചര്യങ്ങളും അനുഭവിച്ച് തീർത്തിട്ടുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അതൊരു തടസ്സമായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളത് പലപ്പോഴും ഒരു പരീക്ഷണം എന്ന രീതിയിൽ കാണുന്ന വ്യക്തികളും വളരെ കൂടുതൽ തന്നെയാണ്. എന്നാൽ സത്യം അത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കം കുറിക്കുവാനുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം എന്നും കാണുവാനായി സാധിക്കുന്നു. ഭഗവാൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ ഓരോ യാത്രകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഭാവിയെക്കുറിച്ച് പരാമർശിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ സംരക്ഷണം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു കവചം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അത് പല സമയങ്ങളിലും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു പൂർണ്ണത ലഭിച്ചിരുന്നില്ല. പലരും നിങ്ങളെ പിന്തുടരുന്നതായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു ചിന്ത, ആരോ കൂടെയുണ്ട് എന്നോ അല്ലെങ്കിൽ ആരോ പിന്തുടരുന്നു എന്നൊരു സാഹചര്യം തോന്നൽ നിങ്ങൾക്കുണ്ടായിരുന്നു. മനസ്സിന്റെ ഉൾവിളി ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത് സത്യമാണ് എന്നതാണ് വാസ്തവം. പലപ്പോഴും ഭഗവാന്റെ ഒരു സംരക്ഷണത്തിൽ തന്നെയായിരുന്നു നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ഓരോ കാര്യവും ഓരോ വാക്കും അല്ലെങ്കിൽ മൗനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പോലും അത് ഭഗവാൻ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നുണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിത മൂല്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് തന്നെയാണ്. അതിനു വേണ്ടി തന്നെയായിരുന്നു ഭഗവാന്റെ ആ നിരീക്ഷണം. നിങ്ങളുടെ ജീവിതത്തിൽ ഭയം നിലനിൽക്കേണ്ടതായ സാഹചര്യമില്ല എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നിയോഗം നിലനിൽക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അതിനു മുന്നോടിയായി ചില പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിടേണ്ടതായി വരും. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അത് നിങ്ങളെ കൂടുതൽ തിളക്കമുള്ളവരാക്കി തീർക്കും എന്നതാണ് വാസ്തവം.
അതിനാൽ ആ പരീക്ഷണങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ താൽക്കാലികമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എടുക്കുന്ന തീരുമാനങ്ങളിൽ പോലും നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇതിനെല്ലാം തുടക്കം കുറിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്നു ചേരുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർക്ക് നിങ്ങളോട് ഒരു അസൂയ ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതവുമായി ഒത്തുനോക്കുമ്പോൾ നിങ്ങൾ ഉയരുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അവർ വളരെയധികം അസൂയ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പലയിടങ്ങളിലും നിങ്ങളുടെ പേര് പരാമർശിക്കുന്നത് പോലും അവർ തടയുവാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ തന്നെ ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നിയോഗമായി നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ ഭഗവാൻ തന്നെ സംരക്ഷണമൊരുക്കി നിങ്ങളിലേക്ക് വന്നു ചേർന്നു. കാരണം ഭഗവാന് ഒരിക്കലും നിങ്ങളെ കൈവിടാൻ സാധിക്കില്ല. അതിനാൽ അവരുടെ ആ പ്രവൃത്തികൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിമിത്തമായി മാത്രം നിങ്ങൾ കാണുക. പല കാര്യങ്ങളും നിങ്ങളെക്കുറിച്ച് കെട്ടിച്ചമച്ചതായിരുന്നു എന്നതാണ് വാസ്തവം. പലരുടെയും ചെവികളിൽ അത് എത്തുകയും ചെയ്തു, അത് പലരും വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഇനി അവരുടെ ചെവികളിലേക്ക് സത്യമാണ് കടന്നു വരാനായി പോകുന്നത് എന്ന കാര്യം ഓർക്കുക. സത്യം ഇനി അവരുടെ ജീവിതത്തിൽ അവർ കാണുന്നതായ സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളിലും ഭഗവാൻ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ സത്യങ്ങൾ ജയിക്കുവാനുള്ള ഒരു പരീക്ഷണം സമയത്തിന്റെ അവസാനമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ ഭഗവാൻ നടത്തും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കള്ളവും അത് കള്ളം തന്നെയായിരുന്നു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതേ കാലം ഇവർക്ക് ഇത്തരത്തിൽ ഒരു കള്ളം അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ച് അവർക്ക് നിലനിൽക്കുവാൻ സാധിക്കില്ല. ഈ സമയം തീർച്ചയായും നിങ്ങൾ ധീരമായി മുന്നോട്ട് വരികയും ഇവരുമായി ബന്ധപ്പെട്ട തെറ്റായ കഥകൾ അല്ലെങ്കിൽ നുണക്കഥകൾ എന്ന് തന്നെ പരാമർശിക്കാം, അത് തീർച്ചയായും മറ്റുള്ളവരുടെ കാതുകളിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ പോലെ നിങ്ങൾക്ക് പലരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുവാൻ സാധിക്കുന്നതല്ല. പലരെയും കണ്ണടച്ച് വിശ്വസിച്ചു എന്നത് വാസ്തവം തന്നെയായിരുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഈശ്വരാധീനം അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കണ്ണു തുറപ്പിക്കുന്ന സാഹചര്യങ്ങൾ നൽകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ അറിയാത്ത കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്തതായ കാര്യങ്ങളിൽ തെറ്റുകാരനായി മാറുകയും എന്നാൽ അത് തെളിയിക്കുവാൻ നിങ്ങൾക്ക് തന്നെ മുന്നിട്ടിറങ്ങുകയും പലരും തെളിവുകൾ ആവശ്യപ്പെടുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. എന്നാൽ ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, അവർ എത്ര തന്നെ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും ആ കോട്ടകൾ വിറയ്ക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും എന്നതാണ് വാസ്തവം. നിങ്ങളുടെ മുൻപിൽ ഉണ്ടായിരുന്ന ആ സംശയത്തിന്റെ നിഴൽ ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് ഒഴിവായി പോകുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ഹൃദയത്തിൽ വളരെയധികം ഭയം ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ ലക്ഷ്യബോധമോ മനസന്തോഷമോ ലഭിക്കാതിരുന്ന നിങ്ങൾക്ക് ലക്ഷ്യബോധം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റുകാരനല്ല, നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കുവാൻ നിരവധിയാർന്ന തെളിവുകൾ മറ്റുള്ളവരുടെ മുൻപിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും ദുർബലനല്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അവരുടെ അസത്യത്തിന്റെ കോട്ടകൾ തകർന്നു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ സമയം അവർ ഒളിപ്പിച്ചു വച്ചിരുന്ന പല കാര്യങ്ങളും അതിപ്പോൾ പുറത്തു വരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും.
പല കാര്യങ്ങളിലും നിങ്ങൾ ഉയരരുത് എന്ന ശ്രമത്താൽ എന്ന ചിന്തയാൽ പലരും നിങ്ങളെ പിന്നോട്ട് വലിക്കുവാനോ തളച്ചിടുവാനോ ശ്രമിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഈ സമയം അവർക്ക് വിജയിക്കാനാകില്ല എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതായ സാഹചര്യമില്ല. നിങ്ങൾ പിന്നോട്ടല്ല മുന്നോട്ട് തന്നെ പോകണം എന്ന് തന്നെ ഭഗവാൻ സന്ദേശത്തിലൂടെ അർത്ഥമാക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സത്യം അതിനു നേരെ നിങ്ങൾ മുഖം തിരിക്കാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങളെ ആരെല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിച്ചാലും അത് മറ്റുള്ളവർക്ക് മുൻപിൽ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. അവർക്ക് ഇത്രയും നാൾ അവർ ഇരുട്ടിൽ ഒളിച്ചു എങ്കിൽ ഇനി അതവർക്ക് സാധിക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. അധികാരവും സ്വാധീനവും ഉള്ള ഒരു വ്യക്തിയുടെ ശ്രദ്ധ ഇപ്പോൾ നിങ്ങളുടെ മുകളിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായും അത് ഗുണത്തിനല്ല ദോഷത്തിനാണ് എന്നതാണ് വാസ്തവം. ഈ സമയം എന്താണോ നിങ്ങൾക്കെതിരെ അവർ ആയുധമാക്കുവാൻ ശ്രമിച്ചത് അതെല്ലാം ഭഗവാൻ തന്നെ മാച്ചു കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഈ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായുള്ള പ്രവർത്തനത്തിൽ ഒരു സ്ത്രീയും ഭാഗവക്കായിരുന്നു എന്നതും വാസ്തവം തന്നെയാണ്. അവരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം അസൂയയുണ്ട്. പല കാര്യങ്ങളിലും ഭയമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും അവർ നിങ്ങളെ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ഉയർച്ചയാകാം. നിങ്ങൾക്ക് മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ആ സ്വാധീനം അതും അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകണം എന്നും അവർക്കത് നേടിയെടുക്കണം എന്നും ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുമാകാം. എന്നാൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആ വ്യക്തികൾക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് അവർ പ്രവേശിക്കും. തീർച്ചയായും ഭഗവാന്റെ കോപത്തിന് അവർ പാത്രരാകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നീതിയുടെ ഫലം അവർ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതും വാസ്തവമാണ്. ഗൂഢാലോചനയിൽ ചില പങ്കാളികൾ അല്ലെങ്കിൽ മുഖ്യ സൂത്രധാരൻ ഉണ്ടായിരുന്നു എന്നതും വാസ്തവമാണ്. ഇയാളായിരുന്നു നിങ്ങൾക്കെതിരെ മുൻപിൽ നിന്നത് എന്നതും വാസ്തവമാണ്. അയാൾ ഇപ്പോൾ വല്ലാതെ പശ്ചാത്തപിക്കുന്ന സാഹചര്യമുണ്ട്. അയാളുടെ മനസ്സിൽ സമാധാനം നഷ്ടപ്പെട്ടതായ സാഹചര്യം, മനസ്സ് പല ചിന്തകളാൽ അശാന്തമാകുന്ന സാഹചര്യം, പല കാര്യങ്ങളിലും അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി എന്നതും വാസ്തവം തന്നെയാണ്. ഒരു കാരണവുമില്ലാതെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ നിറയുന്നു എന്നതും അവരുടെ ഭയത്തിന് കാരണമായി തീരുന്നു. നിങ്ങളുടെ പേര് കേൾക്കുന്നത് പോലും അവർക്ക് ഭയമായി തുടങ്ങുന്ന സാഹചര്യം. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ നീതി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് വാസ്തവമാണ്. ഇനി അവർ പരസ്യമായി നിങ്ങളെ സമീപിക്കുവാനുള്ള ശ്രമങ്ങൾ സാധ്യത വളരെ കൂടുതലാണ്. ഏത് സമയവും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. അതിനാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലും മുന്നറിയിപ്പുകൾ ഭഗവാൻ നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായും നിങ്ങൾ ആരെയും പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല എന്നത് വാസ്തവമാണ്. ചിലത് വ്യക്തമായി കാണുവാൻ കണ്ണുകൾ തുറന്നു തന്നെ വയ്ക്കേണ്ടത് അനിവാര്യമാണ്. പറയുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നുവരും. ഈ സമയം നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ അത്രമേൽ തളർന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം ഒരു ക്ഷമാപണത്തിന്റെ ആവശ്യം പലരിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എന്നതാണ് വാസ്തവം. നിവർന്നു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾക്ക് അർഹമായത് നിങ്ങളിലേക്ക് വന്നു ചേരണം. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങളെ മോചിപ്പിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് അവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. ഇപ്പോൾ തീർച്ചയായും ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ ഒന്നും കാണാൻ സാധിക്കാത്ത അന്ധകാരത്തിന്റെ ആ ഇരുട്ട് പതുക്കെ നിങ്ങളിൽ നിന്നും മാറി തുടങ്ങുകയും
നിങ്ങൾക്ക് പലപ്പോഴും നിരീക്ഷണമായി തോന്നിയിരുന്ന ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്ക് പുതിയ നിയോഗങ്ങൾ നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങളായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ യാത്രകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി, വീട്, വിവാഹം, അത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ചിലതെങ്കിലും ഈ സമയം അപ്രതീക്ഷിതമായി നടക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഈ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾ എതിർക്കേണ്ടതായിട്ടില്ല എന്ന് കാണുന്നു. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ നൽകുന്നതായ ആ വഴി, അത് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ്. വളർച്ചയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ വളർച്ച നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന ആ മനസ്സ് അനിവാര്യമാണ്. എങ്കിലും അതിലേക്ക് പൂർണ്ണമായും നിങ്ങൾ പ്രാപ്തരായോ എന്ന സംശയമുണ്ട്. അതിനാൽ തന്നെ ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യം വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് പുതിയൊരു ഇടം ഒരുക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന അസുലഭമായ മുഹൂർത്തം തന്നെയാണ്. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, നിങ്ങൾ തെറ്റുകാരനല്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ വാക്കുകൾ സത്യമാണ് എന്ന് ഉറപ്പിക്കുവാൻ സാധിക്കുന്ന പലവിധ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ഈ സമയം നിങ്ങൾക്ക് പലവിധ അടയാളങ്ങളും ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ച് തന്നെ ചില സൂചനകൾ ലഭിക്കുന്നതുമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ കണ്ണുകൾ കൊണ്ട് കൃത്യമായും കാണേണ്ടതായ കാര്യങ്ങൾ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായും ശാന്തനായിരുന്ന് നിങ്ങൾ സത്യത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ സമയം ഭഗവാനുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ പാടുള്ളതല്ല. തീർച്ചയായും നിങ്ങൾ ഈ സമയം മുന്നോട്ട് തന്നെ പോകണം. ഒരു കാര്യത്തിനും നിങ്ങൾ ഒളിക്കേണ്ടതായ സാഹചര്യമില്ല. ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓം നമഃ ശിവായ എന്ന് കമന്റായി രേഖപ്പെടുത്തൂ.